ആലോചന പറയാം. ഇന്നത്തെ നമ്മൾ ആദ്യത്തെ വർക്ക് കൊടക്കല്ലെങ്കിൽ ഒരു പഴയ തറവാട്ട് വീട്ടിലാട്ടാ. ഇവിടെ മുമ്പിൽ ഒരു പൂച്ചനെ കണ്ട, ഒരു പൂച്ചലട്ടാ, ഒരുപാട് പൂച്ചകളുള്ള ഒരു പൂച്ച സ്നേഹിയുടെ വീടാട്ടാ. പൂച്ചനെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന നിഷ്കളങ്കനായ ഒരു ഏട്ടന്റെ വീട്ടിലാട്ടാ നമ്മളിന്ന് ആദ്യത്തെ വർക്ക്. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമ്മളെ പേജിൽ പോയാൽ കാണാം. ഇവിടുത്തെ കംപ്ലൈന്റ് എന്താ വെച്ചാലേ, ഇന്നലെ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കൊമ്പ് വീണിട്ട് നമ്മളെ ജലനത്തിന്റെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പണിക്കാൻ എന്നാൽ ഏട്ടൻ പഴയ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളൊക്കെ ആയിട്ട് നമ്മൾ പൈപ്പ് നന്നാക്കിയത് വെള്ളം ചെക്ക് ചെയ്തപ്പോൾ എയർവാൾ ലീക്കാട്ടാ. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മൾ എയർവാൾ മാറ്റി നമ്മൾ നേരെ അടുത്ത സൈറ്റിൽ പോയിട്ടാ. സൈഡിലെത്തി കംപ്ലൈന്റ് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇന്നലെ ഏതോ വണ്ടി തട്ടിച്ചാണ് നമ്മളെ പൈപ്പ് പൊട്ടിയിട്ടാ. പിന്നെ നമ്മളൊന്നും നോക്കില്ല, നമ്മളെ പരിപാടി തുടങ്ങിയിട്ടാ. പൈപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഒന്നും ചെയ്യട്ടാ. നമുക്ക് വർക്ക് എടുക്കാനേ നമ്മൾ നേരെ ഒരു എൽബട്ടിട്ട് കുടിക്കിട്ട് നമ്മൾ നേരെ അടുത്ത സൈറ്റിൽ പോയിട്ടാ. അപ്പോൾ സൈറ്റിലെത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സെയിം കംപ്ലൈന്റ് ആയിട്ട് എവിടെ ഉണ്ടായിട്ടുള്ളത്. അരഞ്ച് പൈപ്പാണ് എവിടെയും പൊട്ടിയുള്ളത്. അവിടെ വണ്ടി തട്ടിയതാണ്. ഇവിടെ റോഡ് സൈഡിൽ പുല്ല് വെട്ടുന്ന സമയത്ത് അതിന്റെ മെഷീൻ തട്ടിയിട്ടാണ് ഇവിടെ പൈപ്പ് പൊട്ടിയുള്ളത് കേട്ടോ. ഇവിടെ കംപ്ലൈന്റ് റെഡിയാക്കി വന്നപ്പോൾ ഹൈവേയിൽ വമ്പൻ ലീക്ക് ഉണ്ട്, ഉടനെ വാൾ ഓഫ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് കോൾ ചെയ്തു. നേരെ പോയിട്ട് വാൾ കൂട്ടിയിട്ട് നമ്മൾ നേരെ ഹൈവേ അതോറിറ്റിന്റെ ആൾക്കാർ വിളിച്ചു പറയട്ടാ. ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ അവരാണ് എടുക്കുന്നത്. പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ അടുത്ത സൈറ്റ് കുറ്റിപ്പാലയിലാട്ടാ. ഇവിടെ വാട്ടർ അതോറിറ്റിന്റെ 10 വർഷത്തോളം പൈക്കുള്ള GI പൈപ്പ് തുരുമ്പിടിച്ച് ലീക്ക് ആയതാട്ടാ. അപ്പൊ നമ്മൾ ആ തുരുമ്പിടിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി PVC ആക്കാൻ പോകട്ടാ. പക്ഷേ ഒരു ലെങ്ത്തോളം നമ്മൾ കേടുള്ള ഭാഗങ്ങൾ നമ്മൾ PVC ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പുല്ലുവട്ടേതാ തറയിൽ ഓടി പാഞ്ഞ് റെഡി വന്നപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടാ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെട്ടാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.